നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 31-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 17-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ ഉദയ നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയ നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ്. അപ്പോൾ ശുഭനക്ഷത്രമാണ് ഇന്ന്. പക്ഷേ ഇന്നത്തെ ആഴ്ച ശനിയാഴ്ചയാണ്. ശനി മന്ദനാണ്. എല്ലാ കാര്യങ്ങൾക്കും മന്ദതയുണ്ടാക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾക്കും സൂക്ഷിച്ച് കണ്ട് വേണം ഇടപെടാൻ. ഓരോ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം. കാരണം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടാനിടവരും. അതുകൊണ്ട് ഒന്നും നിസ്സാരമായിട്ട് ഇന്ന് കാണരുത്. അതുപോലെ തന്നെ ഇടവ മാസത്തിലെ പൂയ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. കാരണം ശനീശ്വരൻ്റെ ദിവസമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പലതരത്തിലുള്ള വിഷമ അവസ്ഥകൾ നിങ്ങളെ നേരിടും. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തും. കാരണം നമ്മളെ സമയം വേസ്റ്റ് ചെയ്ത് കളയും. നമുക്കൊരു 3 മാസം കൊണ്ട് ചെയ്യേണ്ട കാര്യം 9 മാസമായാലും പൂർത്തീകരിക്കാൻ പറ്റാതെ വരും. അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. ഇത് ഏറ്റവും കൂടുതൽ ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യുന്നവരെ എഫക്റ്റ് ചെയ്യും. അതുപോലെ കുട്ടികളെയും ബാധിക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് മന്ദത വന്നാൽ എന്ത് ചെയ്യും? അവർ സമയത്തിന് പഠിക്കാതെ വരും, പേപ്പറുകൾ കിട്ടാതെ വരും. അങ്ങനെ സാമ്പത്തിക നഷ്ടം അവരെ കൊണ്ട് പേരൻസിനുണ്ടാവും. അതുകൊണ്ട് നമുക്കിതിനെ അതിജീവിച്ച് പോകാനായിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിക്കൊള്ളണം. കുട്ടികളാണെങ്കിൽ ശനീശ്വര യന്ത്രം വിജയപ്രദായിനി യന്ത്രവുമായി ചേർത്ത് ഒരു വർഷക്കാലം ഒരു പ്രൊട്ടക്ഷനായിട്ട് ധരിച്ചോളണം. മുതിർന്നവരാണെങ്കിൽ ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു ദേഹരക്ഷ കെട്ടിക്കൊള്ളണം. അപ്പോൾ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാവും. എല്ലാത്തിനും പ്രായശ്ചിത്തമുണ്ട്. എന്ത് ദോഷത്തിനും നമുക്കൊരു 50% പരിഹരിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്വയം മനസ്സിലാക്കി പോകുന്നതാണ് 50%. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ യാത്ര ഇന്നത്തെ ദിവസം നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. യാത്ര തിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് രാവുകാല സമയം നോക്കി യാത്രയ്ക്ക് തുടരണം. 9 മണി മുതൽ 10:30 മണി വരെ രാവുകാലം ഒന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9 മണി 41 മിനിറ്റ് തൊട്ട് രാവുകാല സമയം ആരംഭിക്കുകയുള്ളൂ. 10:45 രാവുകാലം തീരുകയുള്ളൂ. അപ്പോൾ രാവുകാല സമയം നമുക്ക് നോക്കി ഇറങ്ങണം. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത സമയമാണ് ഗുളിക കാല സമയവും യമകണ്ഠ കാലസമയവും. ഗുളിക കാല സമയം വരുന്നത് രാവിലെയാണ് 6:14 തൊട്ട്. ഗുളിക കാല സമയം വരുന്നത് രാവിലെയാണ് 6 മണി 6 മിനിറ്റ് തൊട്ട് 7:40 വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 1 മണി 56 മിനിറ്റ് തൊട്ട് 3:30 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:57 തൊട്ട് 12 മണി 45 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു 4 മിനിറ്റേ കൊള്ളാതെ ഉള്ളൂ. നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അഭിജിത്ത് മുഹൂർത്തം ചെയ്തേ തീരുള്ളൂ എന്നുള്ള എന്തെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രധാനമായിട്ട് കറുപ്പോ നീലയോ കളറിലുള്ള വസ്ത്രവും കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഫുൾ നീലയും അല്ലെങ്കിൽ ഫുൾ കറുപ്പും ഇട്ടുകൊണ്ട് പോകണമെന്നല്ല. പാൻറ്റായിട്ടോ ഷർട്ടായിട്ടോ ഷോളായിട്ടോ ബ്ലൗസായിട്ടോ ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചീപ്പ് ആയിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.